എൻ്റെ പേര് ക്രിസ്റ്റി ജോസഫ് എന്നാണ്. ഞാൻ കണ്ണൂർ ആലക്കോട് നിന്ന് വരുന്നു. 2021 ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പഠന മേഖലകളിലൊന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. +2-ലാണേലും ഫുൾ A+ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ IELTS ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഓവറോൾ 7 എനിക്ക് പാസ്സാവാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനോട് വിശ്വാസമില്ലെന്നല്ല, ദൈവത്തിനോട് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കണ്ടവാനും ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അടുപ്പമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ IELTS പാസ്സായി കാനഡയിലോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ നീക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2020 ഓഗസ്റ്റ് 7-ാം തീയതി എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞ് എൻ്റെ കൈയും കാലും ഒടിഞ്ഞു. അത് വലത്തെ കൈയും വലത്തെ കാലും ഒടിഞ്ഞു. വലത്തെ കൈ വട്ടം ഒടിഞ്ഞു പോയി. പിന്നെ കാല് പ്ലാസ്റ്റർ ഇട്ടു, കയ്യിൽ കമ്പി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പഴയ ജീവിതം തന്നെ തുടർന്നുകൊണ്ട് പോയി. പിന്നെ ഞാൻ IELTS പഠിപ്പിക്കാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി IELTS പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പഴയ പോലെ തന്നെ എൻ്റെ ജീവിതം പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ചൊക്കെ ഞാൻ ദൈവത്തിൽ നിന്നൊക്കെ വിട്ടു നിന്ന ആ ഒരു സമയത്ത് എന്താ പറയുക, എൻ്റെ കയ്യിലെ കമ്പി ഒടിഞ്ഞു പോയി. അതായത് കയ്യിലുണ്ടായിരുന്ന കമ്പി 2 കമ്പി ഉണ്ടായിരുന്നു, 2 ഒടിഞ്ഞു. എന്നിട്ട് മൊത്തം നാശകോശമായിപ്പോയി. കൈ വിട്ടുപോയി. അതായത് ഞാനിപ്പോൾ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബലം കൊടുക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ മേളിലോട്ട് പോകും. ആ ബലം അങ്ങ് വിട്ട് കഴിയുമ്പോൾ കൈ പിന്നെ താഴോട്ട് വരും. അതുപോലത്തെ അവസ്ഥയായി പോയായിരുന്നു. എന്നിട്ട് പിന്നെ രണ്ടാമത് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ 1-2 ഡോക്ടർമാരോട് പോയി ഒപ്പീനിയൻ എടുത്തപ്പോൾ അവർ പറഞ്ഞായിരുന്നു രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ റേഡിയൽ നെർവ് മുറിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കൈ പാരലൈസ്ഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിനൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല ഞാൻ. എന്നിട്ട് രണ്ടാമത് പോയി ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വാർഡിലോട്ട് വന്ന് ഒക്കെ ഒന്ന് റെഡി ആയപ്പോഴത്തേനും നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കൈ പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ വലത്തെ കൈ ഇങ്ങനെയായിരുന്നു ഇരുന്നോണ്ടിരുന്നത്. അതെന്ന് വെച്ചാൽ ഒന്നും ഇങ്ങനെ പൊക്കാൻ സാധിക്കത്തില്ല, വിരലുകൾ മടക്കാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അന്നേരം എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് തന്നെ മാതാവിൽ വലിയ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എടാ നമുക്ക് അവിടെ പോയാലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങനെ ചുമ്മാ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുമ്പസാരി ചൊരുങ്ങിയതിന് ശേഷമേ ഉടമ്പടി നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷേ ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് പതിയെ കുമ്പസാരിക്കാമെന്ന് വെച്ചു. എന്നിട്ട് കുമ്പസാരിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് കുറേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ഇടയിൽ കുറേ സൗഖ്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ഇങ്ങനെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ഇത് ശരിയാവുമായിരിക്കും, അല്ലാതെ ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അച്ഛൻ്റെ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു തിങ്കളാഴ്ച വൈകുന്നേരം കയറി, ചൊവ്വാഴ്ച രാവിലെ ഇവിടെ എത്തി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ധ്യാനം ഇവിടെയല്ല നടക്കുന്നതെന്ന്. എന്നിട്ട് അങ്ങനെ ഞാൻ അവിടെ വന്നിരുന്നു. പിന്നെ എന്നോട് പണ്ടുതൊട്ടേ ആൾക്കാർ പറയുമായിരുന്നു മാതാവിനോടല്ല ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ എന്നിട്ട് കുറേ കരയാനൊക്കെ നോക്കി. എനിക്കങ്ങനെ കരയാനൊന്നും പറ്റുന്നൊന്നുമില്ല. എന്നിട്ട് ഞാൻ 1-2 പ്രാവശ്യം പർപ്പസ്ഫുള്ളി ഞാൻ കരഞ്ഞു. അത് ഉള്ളിൽ തട്ടിയിട്ടുള്ളൊരു കരച്ചിലൊന്നും അല്ലായിരുന്നു, ചുമ്മാ അങ്ങ് കരഞ്ഞു. എന്നിട്ട് അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഉടമ്പടി വലിയൊരു കാര്യമായിട്ട് ഇങ്ങനെ ഉഴപ്പി ഒരു മനോഭാവത്തോടെ കൊണ്ടുപോകുമായിരുന്നു. എനിക്ക് സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ ഇങ്ങനെ പോയതിൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് എഴുതാൻ പറ്റിയിരുന്നില്ല. എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ, കൈ അനക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എന്നും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പം ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ എൻ്റെ തമ്പനയിൽ കണ്ടത് ഇങ്ങനെയാണ്, മാതാവിന് ഞാനൊരു കത്തെഴുതി പിന്നെ സംഭവിച്ചതെന്നായിരുന്നു. ഞാൻ ആ സാക്ഷ്യം കണ്ടപ്പോൾ പറഞ്ഞ ആ ചേച്ചി മാതാവിൻ്റെ ഒരു കത്തെഴുതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നെ ചെയ്തു, ഞാൻ 1 കത്തെഴുതി, 2 കത്തെഴുതി, 3 കത്തെഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞ ഡേറ്റിലൊന്നും നടന്നില്ല. ഞാൻ എന്നാ ചെയ്യുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കും, മാതാവിൻ്റെ
ഉടമ്പടി തൈലം കയ്യിൽ തേക്കും. മാതാവേ നാളെ രാവിലെ ആകുമ്പോഴത്തേനും എൻ്റെ കൈ ശരിയാക്കി തരണേ എന്ന് പറഞ്ഞ് പിന്നെ കിടന്നുറങ്ങും. അതായിരുന്നു എൻ്റെ അവസ്ഥ. എന്നിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്, ജൂലൈ 7-ാം തീയതി ആയിരുന്നു എൻ്റെ ചേച്ചിയുടെ കല്യാണം. അപ്പോൾ അതിന് മുന്നേ ഒരു മര്യാദയ്ക്ക് കല്യാണം കൂടാൻ പറ്റുന്ന ഒരവസ്ഥയിൽ എൻ്റെ കൈ ആക്കി തരണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡേറ്റ് വെക്കാനോ അതായത് മാതാവിന് ലെറ്റർ എഴുതാനോ ഒന്നും പോയില്ല. ഞാൻ ഡേറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണിങ്ങനെ അടയ്ക്കും. കണ്ണടച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇന്നിപ്പോൾ 12-ാം തീയതി ആണെങ്കിൽ 13, 14, 15 3 ദിവസം മതി. അന്ന് 15-ാം തീയതി മാതാവേ 15-ാം തീയതി ആകുമ്പോഴത്തേനും എൻ്റെ കൈ ശരിയാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം ഞാൻ എല്ലാം വിട്ടു. മാതാവേ ഇങ്ങനെ ചേച്ചിയുടെ കല്യാണം ആകുമ്പോഴത്തേനും എങ്കിലും എൻ്റെ കൈ ഒന്ന് ശരിയാക്കി തരണമേന്നായി. എന്നിട്ട് പിന്നെ ഞാൻ പഴയ പോലെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് കുറച്ച് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, കുറച്ച് തീക്ഷ്ണതയൊക്കെ വന്നു. രാത്രിയൊക്കെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർണക്കം തേലുമായിരുന്നു, അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു, പ്രസംഗം കേൾക്കുമായിരുന്നു. അന്നേരം ഒന്നും ഞാനിങ്ങനെ പറഞ്ഞൊന്നുമില്ല, അതായത് എൻ്റെ കൈ ശരിയാക്കി തരണമേന്നൊന്നും പറഞ്ഞൊന്നുമില്ല. അന്ന് 2-3 പ്രാവശ്യം എഴുതി മാതാവിനെ പറ്റിച്ചു. അതുകൊണ്ട് മാതാവിനെ അങ്ങനെ നിർത്തി, അങ്ങനെ ഒരു മനോഭാവമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ അങ്കിൾമാരൊക്കെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ കൈ എങ്ങനെയായി, കൈക്ക് സുഖമായോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു ദിവസം അങ്കിൾ എൻ്റെ വീട്ടിൽ വന്നു, ഒരു അങ്കിൾ എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, കൈ സുഖമായോ എന്ന്, കൈ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്കിളെ ഇപ്പോഴും പഴയ പോലെ, എപ്പോഴും ഞാൻ ഇങ്ങനെ ആക്കി കാണിക്കുമായിരുന്നു. അതായത് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളിങ്ങനെ കൈ പൊക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആടും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്കിളെ ഇങ്ങനെ ആക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈ പൊങ്ങുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കൈ അങ്ങനെ പൊക്കി നോക്കിയപ്പം കൈ പഴയ പോലെയായി. ചേച്ചിയുടെ കല്യാണത്തിന് 1-2 ആഴ്ച മുന്നേ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ എനിക്കൊരു കൈക്ക് വേറെ പഴയ കുഴപ്പങ്ങളൊന്നും ഒന്നുമില്ല. അതായത് എഴുതാൻ പറ്റും, ഭക്ഷണം കഴിക്കാൻ പറ്റും. അതായത് പുറത്തൊക്കെ പോയി കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടതകെ വെച്ചാൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും, നീ എന്നെ ഇടതേ വെച്ച് കഴിക്കും. ഞാൻ പറഞ്ഞു, പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ പിന്നെ കാനഡയിലോട്ട് പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ വേറെ ഒരു സങ്കടപ്പെടുത്തുന്ന അനുഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാനഡയ്ക്ക് പോകാൻ വേണ്ടി മെഡിക്കൽ എടുക്കണം, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാണ് പോയത് ട്രിവാൻഡ്രത്തോട്ട്. അപ്പം നമുക്ക് ആ ഓഫീസിൻ്റെ ഉള്ളിലോട്ട് എല്ലാവർക്കും വരാൻ പറ്റത്തില്ല. അപ്പോൾ ഓഫീസിൻ്റെ ഉള്ളിൽ കയറി കുറേ ഫയൽസും പേപ്പേഴ്സും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഞാൻ ഷൂ ആണ് ഇട്ടുകൊണ്ട് പോയത്. എല്ലാവരും ഹൈറ്റ് നോക്കുമ്പോൾ ഷൂ അടിച്ചിട്ട് പെട്ടെന്ന് എല്ലാവരും ഷൂ ഇട്ടിട്ട് പെട്ടെന്ന് കയറി പോകുന്നു. ഫയൽസൊക്കെ എടുത്തു കൊടുക്കുന്നു, ഒപ്പിടുന്നു, പേരെഴുതുന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ വരുമ്പോൾ മാത്രം അവിടെ ബ്ലോക്കാണ്. അതായത് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഷൂ കെട്ടണേ കുറേ സമയം വേണം, ഒപ്പിടണേ, പേരെഴുതണമെങ്കിൽ ഞാൻ അന്ന് എനിക്ക് 3-4 ഒപ്പിടണമായിരുന്നു. അപ്പോൾ ഞാൻ 3-4 ഒപ്പും ഇടതേ വെച്ചും വലതേ വെച്ച് ഇട്ടേ. വലതേ വെച്ചിട്ടു ശരിയാവുന്നില്ല, ഇടതേ വെച്ചിട്ടു അതും ശരിയാവുന്നില്ല. ഇടതേ വെച്ച് എഴുതാൻ തീരെ അറിയാത്തൊരാൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. അന്നേരമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ മാതാവിനോട് കുറച്ചുകൂടെ നല്ലോണം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്ത് ഉടമ്പടിയുടെ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് അത് കുടിക്കുമായിരുന്നു, തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ കൈക്ക് ഇപ്പം പൂർണ്ണ സൗഖ്യം നൽകി. ഒന്നും ചെയ്യാൻ പറ്റാത്ത എനിക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കാം, മൈക്ക് ഇങ്ങനെ പിടിക്കാം, ഇതുപോലെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ മൈക്ക് പിടിക്കാം, എഴുതാം, എല്ലാം പഴയ പോലെ എൻ്റെ മാതാവ് എനിക്ക് ആക്കി തന്നു. ദൈവത്തിന് നന്ദി. ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയാം. മരിയൻ ഉടമ്പടി ഒരു സീരിയസ് ആയൊരു പ്രാർത്ഥനയാണ്. ഇത് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് പരീക്ഷിക്കാനുള്ളതല്ല, മറിച്ച് അത് സ്വന്തമാക്കി ഏറ്റെടുത്ത് ഈ കാലഘട്ടത്തിന് മധ്യേ പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ സഹായത്തോടുകൂടി ഈശോയുടെ വചനങ്ങളനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ അപ്രകാരം ഒരു പ്രാർത്ഥനയിൽ എപ്രകാരം നമ്മളായിരിക്കണം എന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഒരു രോഗസൗഖ്യം എന്നതിനേക്കാൾ അപ്പുറമായി മരിയൻ ഉടമ്പടി എപ്രകാരം സീരിയസ് ആകുമ്പോൾ അതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈശോ അമ്മ ഇടപെടുന്നു എന്നതിൻ്റെ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 5-ാം തിരുവചനത്തിലൂടെയാണ് പരിശുദ്ധ അമ്മ നമ്മൾ ഈ മരിയൻ ഉടമ്പടി എടുക്കാനായിട്ട് ക്ഷണിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ 5-ാം തിരുവചനം പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് നാം പ്രതിജ്ഞ എടുക്കുകയാണ് പരിശുദ്ധമ്മയുടെ സഹായത്തോടു കൂടി. അങ്ങനെ പ്രതിജ്ഞ എടുത്ത് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. ഇവിടെ ചെറുപ്പക്കാരൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. രാവിലെ ജോസഫ് അച്ഛൻ പറഞ്ഞായിരുന്നു,
മാതാവിനെ ആരും വലിയ കാര്യമാക്കിയിട്ട് കാണുന്നില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കും ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ മാതാവിനെ വലിയ കാര്യമായിട്ട് മാതാവിനോടൊരു ഭക്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാം ആമ്പിള്ളേരല്ലേ, അപ്പോൾ നമ്മൾ ഈശോയോടല്ലേ പ്രാർത്ഥിക്കേണ്ടേ, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, ഈശോയ്ക്കല്ലേ കുറച്ചും കൂടെ പവർ, അങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവമായിരുന്നു എനിക്ക്. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ മാതാവിനോട് കുറച്ചും കൂടെ ഒരു അടുപ്പവും കാണിക്കാനും നല്ലോണം മാതാവിനോട് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ളൊരു കൃപ എനിക്ക് ഇതിലൂടെ ലഭിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോസ്മി. ഞാൻ ദുബൈയിലാണ് ജോലി ചെയ്യുന്നത്. പരിശുദ്ധ മറിയം തിരുക്കുമാരം വഴിയായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതെന്ന് തോന്നുന്ന എനിക്കിവിടെ പറയാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ആയിരിക്കാൻ എനിക്ക് കഴിഞ്ഞതിനോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ആദ്യത്തെ സാക്ഷ്യം, എൻ്റെ ചേച്ചിയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ചേച്ചി പറഞ്ഞത് പ്രകാരമാണ് കൃപാസനത്തെ പറ്റി പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു മുന്നേ കൃപാസനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-25 വയസ്സുള്ള പിള്ളേർക്ക് മനസ്സിലാവും കൃപാസനത്തിനെ പറ്റി ഒരുപാട് ട്രോളുകൾ വരാറുണ്ട്. ഞാൻ അത് കണ്ടിട്ടാണ് കൃപാസനത്തെ പറ്റി ആദ്യം കേൾക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യർക്ക് ബുദ്ധിയില്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാ ഇത്രയും കണ്ണടച്ച് ഒരു സ്ഥലത്തെ വിശ്വസിക്കാൻ പറ്റുക, മാതാവിനെ വിശ്വസിക്കാൻ പറ്റുക എന്ന്. ചെറുപ്പം തൊട്ടിലെ നല്ല വിശ്വാസത്തിൽ വളർന്ന ആളാണ്. എന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് എത്രത്തോളം തോന്നുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ചേച്ചി വന്ന് പറഞ്ഞു, മോനെ ഒന്ന് ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് നോക്ക്. എന്നിട്ട് മമ്മിയും പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ്, മമ്മിയും പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു. മെയ് 20 ഞാൻ മമ്മി എൻ്റെ അടുക്ക വിളിച്ചു പറയുന്നത്. ആ മെയ് 20 ആ ഒരു സമയങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയും ചേച്ചിയായിട്ട് ഒരുപാട് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും ഒക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരുമായിരുന്നു. അപ്പം ഞാൻ അതിരുന്ന് കണ്ടു കഴിഞ്ഞ് എനിക്ക് പതുക്കെ വിശ്വാസം തുടങ്ങി. അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് ദിവസവും ജപമാല ചൊല്ലാൻ വളരെ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തുടങ്ങി. ഞാൻ ഒരാഴ്ചയോളം പരിശുദ്ധാമ്മയുടെ ജപമാല സ്ഥിരമായിട്ട് എനിക്ക് ചൊല്ലാൻ സാധിച്ചു. ആ ചൊല്ലി തീരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി ഓൺലൈനിലാണ് ഞാൻ എടുക്കുന്നത് ദുബൈയിലിരുന്നിട്ട്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ 5 കൊല്ലമായിട്ടാണ് ഞാൻ ദുബൈയിൽ ജോലി ചെയ്യുന്നത്. ഈ 5 കൊല്ലത്തിൽ അവിടെ സാൻഡ് വിൻഡ് വരും, അതായത് ഓരോ ക്ലൈമറ്റ് മാറുമ്പോഴത്തേക്കും പൊടിക്കാറ്റ് വരും. ആ പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചുമയും പനിയും വരും. ഫീവറായിട്ടില്ല, പക്ഷേ നല്ല ചുമയാണ്. എനിക്ക് ഡോക്ടറിനെ കാണണം, ആൻറ്റിബയോട്ടിക്സ് എടുക്കണം. ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഒരു ദുബൈയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കുറേ തവണയൊക്കെ സിക്ക് ലീവ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഓഫീസിൽ ക്വസ്റ്റ്യൻ വരും. ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മാസത്തിലൊക്കെ 2 വട്ടമൊക്കെ ആശുപത്രിയിൽ പോകണം. ആ ക്ലിനിക്കിലുള്ളവർക്ക് എന്നെ സ്ഥിരം പരിചയമായി. ഞാൻ പോവും, നെബുലൈസേഷൻ എടുക്കും, തിരിച്ചു വരും. അവിടെയുള്ള നഴ്സുമാർക്കും ഡോക്ടേഴ്സിനും ഒക്കെ എന്നെ ശരിക്കും പരിചയമായി. ഞാൻ ചെല്ലുമ്പോഴേ ചോദിക്കും, എത്തിയോ, ഇത്തവണ എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ. നെബുലൈസേഷനാണ് ഞാൻ പോകുന്നത്. അത്രയധികം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. മെയ് 20 മമ്മി പറഞ്ഞ ആ സമയത്ത്, ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി എന്നെ ആ ക്ലിനിക്കിൽ കയറ്റരുത്, എനിക്ക് അത്രയധികം നാണക്കേടുണ്ട് എനിക്ക് ആ ക്ലിനിക്കിൽ പോകാൻ. ഒരാൾ മാസത്തിൽ 2 വട്ടമൊക്കെ ഒന്നിടവിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവുക, എന്നിട്ട് അവിടെ പോയി മരുന്ന് കഴിക്കുക, സിക്ക് ലീവ് എടുക്കുക. ഓഫീസിൽ സംസാരം തുടങ്ങി, ജോസ്മി എന്തിനാ ഇത്രയും അടുപ്പിച്ച് സിക്ക് ലീവ് എടുക്കുന്നത്, എന്താ ബുദ്ധിമുട്ട്, നാട്ടിൽ പോയി ചെക്കപ്പ് ചെയ്തൂടെ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, പനി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി എന്നെ വിടരുത് മാതാവേ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാനൊരു മരുന്ന് കഴിച്ചിട്ടില്ല, ഞാൻ ആ ക്ലിനിക്കിൽ പോയിട്ടില്ല, ഡോക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ല. ഉടമ്പടി എടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ച ആ നിമിഷം മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാണ്. അത് കഴിഞ്ഞ് ഇന്ന് വരെ ഞാൻ ഒരു ഗുളികയോ ഒരു മരുന്നോ അതിൻ്റെ പേരിൽ ഞാൻ കഴിച്ചിട്ടില്ല, വേറെ ഒന്നിൻ്റെ പേരിൽ ഞാൻ കഴിച്ചിട്ടില്ല. ആ കിട്ടിയ അനുഗ്രഹം എത്രത്തോളം വലുതാണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം രാത്രിയിൽ ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റില്ല, ഇരുന്ന് നേരം വെളുപ്പിക്കണം, ശ്വാസം മുട്ടിയിട്ട് ചുമ കേൾക്കുന്നവർക്ക് പേടി വരും. കൊറോണയുടെ സമയമല്ലേ, കൊറോണ അല്ലെങ്കിൽ പോലും ഈ ചുമ കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്നവർക്കൊക്കെ പേടിയായിട്ട് ഓഫീസിൽ ഞാൻ ഒത്തിരി അധികം മാനസിക വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ഈ രോഗം മാറ്റിത്തന്ന മാതാവിനും ദേവകുമാരനും 1000 നന്ദി. രണ്ടാമത്തെ സാക്ഷ്യം അതിലും വലുതാണെന്ന് ഞാൻ പറയും. 2019 മെയ്യിലാണ് എൻ്റെ ജീവിതം
ജീവിതത്തിൽ കല്യാണം ഞങ്ങളുടെ ഉറപ്പിക്കുന്നത്. 2019 മെയ് ആ ഒരു സമയത്തോടുകൂടി ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടമായി. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു ജോലിയിൽ കയറാൻ ചാച്ചയ്ക്ക് പറ്റിയിട്ടില്ല. അത് ഞങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് ഒരു വഴിയില്ലാതെയാണ് ഞങ്ങളുടെ കുടുംബം നിൽക്കുന്നത്. എൻ്റെ ഒരാളുടെ ശമ്പളം കൊണ്ട് ദുബൈയിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വാടക കൊടുക്കണം, ചിലവ് നോക്കണം, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് എല്ലാമായിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുറേ നേർച്ചകൾ നേർന്നിട്ടുണ്ട്. കഴിവില്ലാഞ്ഞിട്ടോ പഠിത്തമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, മെറിറ്റ് അങ്ങേയറ്റമായിരുന്നു. അച്ഛൻ പറയുന്ന പോലെ മെറിറ്റിലൊന്നും കാര്യമില്ല, ദൈവത്തിൻ്റെ കൃപ തന്നെ വേണമെന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു. മെയ് 26 എൻ്റെ ജീവിത പങ്കാളി ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. മെയ് 30 ഞാൻ ഉടമ്പടി എടുത്തു. ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ ജീവിത പങ്കാളിക്ക് സ്ഥിര ജോലിയും വരുമാനവുമായിരുന്നു. മെയ് 30 ഞാൻ ഉടമ്പടി എടുത്ത് ജൂലൈ 4 അത് വ്യക്തിയുടെ ജൂലൈ 5 ജന്മദിനമാണ്. അന്ന് മാതാവ് ജന്മദിന സമ്മാനം പോലെ ജോലി നൽകി അനുഗ്രഹിച്ചു. ആ ജോലിയുടെ വെരിഫിക്കേഷൻ ഔട്ട്സൈഡ് പാർട്ടിയാണ് ചെയ്യുന്നത്. ഗ്യാപ്പുള്ളൊരു ആൾക്ക്, എക്സ്പീരിയൻസിൽ ഗ്യാപ്പുള്ള വ്യക്തിക്ക് മനസ്സിലാകും എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു ജോലിക്ക് കയറുക എന്നുള്ളത്. നമ്മൾ കുറേ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം, എന്തിനാണ് ഇത്രയും ഗ്യാപ്പ് വന്നത്, എന്ത് കാരണം കൊണ്ടാണെന്നൊക്കെ. ആ കാരണങ്ങളൊക്കെ നിരത്താൻ ഞങ്ങളുടെ കയ്യിൽ ഒരു കാരണവും ഇല്ലായിരുന്നു. കാരണം അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂകളെല്ലാം പാസ്സാവുന്ന വ്യക്തി, നല്ല മാർക്കോടുകൂടി പാസ്സായ വ്യക്തി, സംസാരിക്കാൻ നല്ല രീതിയിൽ അറിയാം, ജോലി ചെയ്യാൻ നല്ല രീതിയിൽ അറിയാം, പക്ഷേ ജോലി മാത്രം കിട്ടില്ല. ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് കണ്ണുനീര് കുടിച്ചിട്ടുണ്ട്, ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എൻ്റെ മാതാവ് എന്നെ കരകയറ്റി. 5-ാം തീയതി ജോലിക്ക് കൺഫർമേഷൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഔട്ട്സൈഡ് പാർട്ടിയാണ് വെരിഫിക്കേഷൻ നടത്തുന്നതെന്ന്. വെരിഫിക്കേഷനിൽ ക്വസ്റ്റ്യനിങ് വന്നു കഴിഞ്ഞാൽ പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, സമയത്തിൻ്റെ മേലെ അധികാരമുള്ള മാതാവേ, സമയത്തിൻ്റെ മേലെ അധികാരമെടുത്ത് ആ വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് തരണമെന്ന്. ഒരാഴ്ചയ്ക്കുള്ളിൽ വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് മാതാവ് ജോലി കൺഫേം ചെയ്തു. ജൂലൈ 11 നല്ലൊരു മൾട്ടി നാഷണൽ കമ്പനിയിൽ എൻ്റെ ജീവിത പങ്കാളി ജോലിക്ക് ചേർന്നു. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോലി വളരെ നല്ല രീതിയിൽ പോകുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും ദിവകുമാരനും 1000 നന്ദി. ദുബൈയിലായതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഓൺലൈനിൽ ഞാൻ ബാംഗ്ലൂരുള്ള ഒരു ചാരിറ്റി സംഘടനയ്ക്ക് പൈസ അയച്ചു കൊടുത്ത് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമായിരുന്നു. എനിക്കറിയാവുന്ന എല്ലാ വ്യക്തികൾക്കും അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യവും ഒക്കെ ഞാൻ അയച്ചു കൊടുക്കും. സാക്ഷ്യങ്ങൾ ഒരുപാട് എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ കൃപയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഉറച്ച ബോധ്യം ഓരോ സാക്ഷ്യങ്ങളും എനിക്ക് തന്നുകൊണ്ടിരുന്നു. സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ബോധ്യം തരും. ഞാൻ അങ്ങനെ പഠിച്ചതാണ്. പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ, കൃപാസന പ്രസാദന മാതാവേ, നമ്മുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായിട്ട് എന്നെ എൻ്റെ കുടുംബത്തിനെ മാറ്റണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാതെ ഇത് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം നിയോഗങ്ങൾ 1000 ഉണ്ട്, അത്രയും പറയാൻ എനിക്ക് സമയമില്ല. പക്ഷേ ഇത് എനിക്കെപ്പോഴും പറയാം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മാതാവ് ഓരോ കാര്യങ്ങളും തന്ന് സഹായിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ദിവ്യകുമാരനും 1000 നന്ദി. സങ്കീർത്തനം 65:4. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. പരിശുദ്ധ മാതാവ് തന്നെയാണ് ഇങ്ങോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ജോസ്മിക്ക് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായ നിമിഷം തന്നെയാണ് പരിശുദ്ധ മാതാവ് സൗഖ്യം കൊടുക്കുന്നത്. നമ്മളുടെ ആഗ്രഹങ്ങൾ ദൈവം അറിയുന്നു. നമ്മൾ സത്യസന്ധമായിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനമെടുക്കുന്നതെങ്കിൽ അപ്പോൾ മുതൽ തന്നെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് 5 വർഷമായിട്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന അസുഖങ്ങളൊക്കെ ഉടമ്പടി എടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ മാറിക്കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്ക് ജോലിയും. പരിശുദ്ധ മാതാവ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ്. നമ്മുടെ ജീവിതത്തിലെ സ്ഥലങ്ങളിലും സമയങ്ങളിലും സാഹചര്യങ്ങളിലും ഒക്കെ ഇടപെട്ട് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. അതിനു വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹത്തിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.